നമസ്കാരം, ഞാൻ നിങ്ങളുടെ ലേഡി ബിഗ് ബോസ് ആണ്. ശാരിക KB ആണ്, ലാലേട്ടൻ്റെ KB ആണ്. കുറച്ച് കാലമായിട്ട്, അതായത് ബിഗ് ബോസിൽ നിന്ന് സീസൺ 7 നിന്ന് എവിക്റ്റ് ആയതിനു ശേഷം എനിക്ക് നിങ്ങളിലേക്കൊന്ന് ഡയറക്റ്റ് വരാൻ സാധിച്ചിട്ടില്ല. എനിക്ക് സ്വന്തം ചാനലുണ്ട്, മറ്റു മാധ്യമങ്ങൾ എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് ആർക്കും തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. നന്നായി സംസാരിക്കാൻ അറിയാവുന്ന ഹോട്ട് സീറ്റ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ശാരിക KB ആയ ഹോട്ട് സീറ്റ് ശാരികയായ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഒരു മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോയി ഒളിച്ചിരിക്കുന്നതാണ് പൊതുവെ പരക്കെ സംസാരം. എന്നാൽ അങ്ങനെയല്ല. ഞാൻ എന്നെ ഷോയിൽ പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ എന്നെ ഷോയിൽ കാണിച്ച ആ മാധ്യമ സ്ഥാപനത്തിന്, അതായത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനും അവരുടെ അനുബന്ധ സ്ഥാപനങ്ങൾക്കും ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. വേറെ ഒരു മഞ്ഞ മാധ്യമങ്ങൾക്കും, ഞാൻ എടുത്തത് പറയും, മഞ്ഞ മാധ്യമങ്ങൾക്കും ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല. അതിൻ്റെ കാരണം, നമുക്കറിയാം നവമാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയ എന്തൊക്കെയാണ് ഒരു ബിഗ് ബോസ് താരത്തിനെ കുറിച്ച് വളച്ചൊടിക്കാൻ പോകുന്നതെന്ന് നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ചും ഈ സീസൺ 7-7 പണി സീസൺ വളരെ മോശമായിട്ടുള്ള അഭിപ്രായത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. TRP റേറ്റിൽ വളരെ ഹൈയിൽ പോകുന്ന, എല്ലാ സീസണും കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സീസണുകളാണ് അത് പോകുന്നതെങ്കിലും ജന അഭിപ്രായത്തിൽ വളരെ ക്വാളിറ്റി ഇല്ലായ്മ എന്ന ഒരു കറുത്ത നിഴൽ അതിൻ്റെ പുറത്ത് വീഴുന്നുണ്ട്. അതിൽ എനിക്കും വിഷമമുണ്ട്, വേറൊന്നുമല്ല, ഞാനും കൂടെ പങ്കെടുത്ത സീസൺ ആയതുകൊണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. തീർച്ചയായിട്ടും ബിഗ് ബോസിനെ കുറിച്ചും എനിക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചും പിന്നെ എൻ്റെ പേഴ്സ്പെക്റ്റീവിനെ കുറിച്ചും എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് ഞാൻ സംസാരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ സിഗ്നേച്ചർ ചാനലിലൂടെ ആവണമെന്ന്, എൻ്റെ കയ്യൊപ്പുള്ള സിഗ്നേച്ചർ ചാനലിലൂടെ ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആരോടും ഇതൊന്നും സംസാരിക്കാതിരുന്നത്. എൻ്റെ വേറൊരു ചാനലിൽ ഞാൻ വന്നത് സ്പീച്ച് മേക്കർ എന്ന് പറഞ്ഞ ചാനൽ വന്നിരുന്നതുകൊണ്ട് ഞാൻ മറ്റു പല കാര്യങ്ങളും പറയാറുണ്ട്. വളരെ കുറച്ച് സമയം റീൽസ് എന്ന രീതിയിലാണ് വിടുന്നത്. സ്ഥിരമായി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന റിയൽ ആയിട്ടുള്ള ജീവിതഗന്ധിയായ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. തീർച്ചയായിട്ടും എൻ്റെ പ്രേക്ഷകർ, എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർ ഇതും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം റിയാലിറ്റി കേൾക്കാനും കാണാനും ഇഷ്ടമുള്ള പ്രേക്ഷകരാണല്ലോ നിങ്ങൾ മലയാളികൾ. ഹോട്ട് സീറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ചെയ്യുന്നത് ശരിയാണോ? ഇതൊരു നെഗറ്റീവ് ഇമേജ് അല്ലേ നിങ്ങൾക്ക് തരുന്നത്? ഞാൻ ബിഗ് ബോസിൽ പോയപ്പോൾ എൻ്റെ ഒരേ ഒരു ലക്ഷ്യം, ജനങ്ങൾ എന്നെ അറിയണം. എന്താണ് ശാരിക KB എന്ന വ്യക്തിയെ ജനങ്ങൾ തീർച്ചയായിട്ടും അറിയണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ ബിഗ് ബോസ് എന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നടന്നു കയറിയത്. അത് തീർച്ചയായിട്ടും 100% സക്സസ്ഫുൾ ആയിട്ട് അതിൻ്റെ കിരീടവും ചൂടി തന്നെയാണ് 21ാമത്തെ ദിവസം ഞാൻ എവിക്റ്റ് ആയത്. കാരണം ഇറങ്ങിയ അന്നു മുതൽ പോസിറ്റിവിറ്റി അല്ലാതെ നെഗറ്റീവായിട്ട് ഒരൊറ്റ കമൻറ്റ് എന്നെക്കുറിച്ചില്ല. കാരണം ബിഗ് ബോസിന് മുൻപും ബിഗ് ബോസിന് പിൻപും എന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ആണ് ഞാനെന്ന വ്യക്തി, അല്ലെങ്കിൽ ഞാനെന്ന പ്രൊഫഷണൽ, ഞാനെന്ന ഇൻ്റർവ്യൂവർ. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചില്ലെങ്കിലും അവൾ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാര്യം, അതായത് കൃത്യമായ ഒരു പൊട്ടത്തരമല്ല അല്ലെങ്കിൽ ഒരു വിവരക്കേടല്ല വിളിച്ചു പറയുന്നത് എന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഒരു ചാനൽ എന്ന സ്വപ്നം, അതായത് കൃത്യമായ കാര്യകാരണങ്ങൾ പറയുന്ന ഒരു ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. സോ ആ ചാനലാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ദ റിയാലിറ്റി ബൈ KB. യെസ്, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അത് എന്നിലൂടെ നിങ്ങൾക്ക് ഇനി കേൾക്കാം. പുതിയ ഭാവത്തിലും പുതിയ രൂപത്തിലും പുതിയ രീതിയിലും. അപ്പം നിങ്ങൾ ചിന്തിക്കും, ഹോട്ട് സീറ്റ് ചെയ്ത ആളല്ലേ, ഹോട്ട് സീറ്റിൻ്റെ രീതിയിലാണോ നിങ്ങൾ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അത് നിങ്ങൾ കാത്തിരുന്ന് തന്നെ കാണണം. തീർച്ചയായിട്ടും ഹോട്ട് സീറ്റ് പോലെ ഇത് ഇച്ചിരി പൊള്ളും, പക്ഷെ ഒരിക്കലും മഞ്ഞയല്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും പറയുന്ന ഗസ്റ്റ്, നമ്മുടെ മുമ്പിൽ ഒരുപാട് ഗസ്റ്റുകൾ ഇനി വന്നേക്കാം. അതിൽ സാധാരണക്കാരുണ്ടാവാം, സെലിബ്രിറ്റികൾ ഉണ്ടാവാം, വേറെ പല തുറകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായേക്കാം. പക്ഷേ അവരാരും പറയുന്ന വാചകങ്ങൾ, അവർ പറയാത്തതും ചിന്തിക്കാത്തതുമായ അർത്ഥത്തിൽ ഒരിക്കലും ഈ മീഡിയയിൽ നിന്ന് പുറത്തു പോവില്ല. അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പാണ്. അവരെന്താണോ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ അത് കേൾക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികൾക്ക് ചിലപ്പോൾ അത് വേദനിച്ചേക്കാം. പക്ഷെ അതാണ് സത്യം. സത്യത്തിൻ്റെ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൻ്റെ മുഖം എപ്പോഴും വേദനിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും ചിലപ്പോഴെങ്കിലും. സോ അതുകൊണ്ട് പറയുന്നതെല്ലാം സത്യമാകുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നില്ല, പക്ഷേ യാഥാർത്ഥ്യമായിരിക്കും. ഒരിക്കലും ഞങ്ങളുടെ, അതായത് ഇപ്പോഴത്തെ മഞ്ഞ മാധ്യമങ്ങൾ ചെയ്യുന്നത് പോലെ വളച്ചൊടിച്ച് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർത്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരിക്കലും ഇവിടുന്ന് ഒരു വേർഡും പുറത്തു പോകില്ല. അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ സമ്മതത്തോടു കൂടി ചിലപ്പോൾ അവിടെ മുഖം മറയ്ക്കേണ്ടി വന്നേക്കാം. പക്ഷേ എങ്കിലും
നമ്മളതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങൾ തെളിവോടുകൂടിയാണോ പറയുന്നത്, അതല്ല ചുമ്മാ വന്നിരുന്ന ഒരു സ്ക്രീൻ സ്പേസ് കിട്ടാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മളിത് പുറത്തു വിടുകയുള്ളൂ. അത് യാഥാർത്ഥ്യമായിരിക്കണം, റിയാലിറ്റി ആയിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം തുടങ്ങാൻ ഇത് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു സ്വപ്നമാണ്. അങ്ങനെയാണ് 2 കൂട്ടുകാർ എന്നിലേക്ക് വന്ന് ചേരുന്നത്. ആ 2 കൂട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ട്രയോസ്പാർക്ക് പ്രൊഡക്ഷൻ, നമ്മൾ അതിൻ്റെ ബാനറിലാണ് ദ റിയാലിറ്റി ബൈ KB എന്ന ചാനൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ എല്ലാ വർക്കുകളും ഇനി ആ പ്രൊഡക്ഷനിലൂടെ ആയിരിക്കും. അത് നമ്മളുടെ ഒരു സംരംഭമാണ്, ഞങ്ങളുടെ 3 പേരുടെ ഒരു സംരംഭമാണ്. അതാണ് ട്രയോസ്പാർക്ക്. 3 പേര് ചേരുമ്പോഴുണ്ടാകുന്ന ഒരു തീ, അതാണ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. പിന്നെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇതൊരു സെലിബ്രിറ്റി ഇൻ്റർവ്യൂ മാത്രമല്ല. ഏതൊരു സാധാരണക്കാരനും, അത് പൊളിറ്റിക്കൽ ഫീൽഡ് ആയിക്കോട്ടെ, സാധാരണ ഫീൽഡ് ആയിക്കോട്ടെ, ഒരു സിവിലിയൻ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് പറയാനുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുണ്ട്, അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിന് ഉതകുന്നതാണ്, അദ്ദേഹത്തിന് പേടിയില്ല. മാധ്യമത്തിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടിയാൽ മതി. ആ മാധ്യമത്തിലൂടെ ഞാനതെല്ലാം പുറത്തു പറയും. ഇതെൻ്റെ ജീവിതത്തെയും ഈ സമൂഹത്തെയും ബാധിക്കുന്നതാണ് എന്ന് തോന്നിയാൽ ധൈര്യപൂർവ്വം ട്രയോസ്പാർക്ക് പ്രൊഡക്ഷനിലേക്ക്, ദ റിയാലിറ്റി എന്ന ഷോയിലേക്ക്, റിയാലിറ്റി എന്ന നമ്മുടെ റിയാലിറ്റി ബൈ KB എന്ന ആ ഒരു ഫ്ലോറിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യും. വിത്ത് എ ഫുൾ ഹാർട്ട്, ഹൃദയപൂർവ്വം ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും, ധൈര്യപൂർവ്വം സ്വാഗതം ചെയ്യും. ആ ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ദ റിയാലിറ്റിയിലേക്ക് വരിക. അതിന് നിങ്ങൾക്കൊരു സിനിമാ സംവിധായകൻ്റെയോ സിനിമാ നടൻ്റെയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ്റെയോ അതല്ല മറ്റ് ഒരു വെച്ചുകെട്ടലിൻ്റെ ആവശ്യമില്ല. ഞാനൊരു സാധാരണക്കാരനാണ് മാഡം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഈ സമൂഹത്തോടെന്ന് പറഞ്ഞാൽ അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഫ്ലോറിലേക്ക്, ദ റിയാലിറ്റിയുടെ ഫ്ലോറിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. നിങ്ങൾക്ക് അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നേരിട്ട്, ഞാൻ പറയുന്ന ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ അത് പറയാൻ ആരെയും പേടിയില്ല, എനിക്കിതെല്ലാം പറയാൻ സാധിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ വെൽക്കം ടു ദ റിയാലിറ്റി ബൈ KB.